ജീവിതം എന്നത് വളരെ ചെറുതാണ്. ദേഷ്യം കൊണ്ടും പക കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും പാഴാക്കാതിരിക്കുക. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരോട് കള്ളം പറയുന്ന ശീലം ഒഴിവാക്കുക. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നുവരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പെട്ടെന്നുള്ള സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം തന്നെ ആളുകളുടെ മനസ്സിൽ അനാവശ്യ ചിന്തകളും കുടിയേറി വരുന്നു. ഹൃദയത്തിൽ മുറിവുകൾ ഇല്ലാത്തവരായി ഒരാളും തന്നെയില്ല. പക്ഷേ ആരും ആരെയും അറിയിക്കില്ലെന്ന് മാത്രം. മറ്റുള്ളവരെ കുറ്റം പറയുന്ന കൂട്ടുകാരനാണോ നിങ്ങളുടേത്? എന്നാൽ അവരെ സൂക്ഷിക്കുക. കാരണം ഇതുപോലെ മറ്റുള്ളവരോട് നിങ്ങളുടെ കുറ്റവും കുറവുകളും പറയുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വൃത്തിയുള്ള സ്ത്രീയെ തിരിച്ചറിയണമെങ്കിൽ അവളുടെ കാൽപാദത്തിലേക്ക് നോക്കിയാൽ മതി. ബുദ്ധിയില്ലാത്ത സ്ത്രീ തൻ്റെ ഭർത്താവിനെ തൻ്റെ അടിമയാക്കി നിർത്തുന്നു, എന്നിട്ടവൾ അടിമയുടെ ഭാര്യയായി ജീവിക്കുന്നു. മറിച്ച് ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ രാജാവിനെ പോലെ കാണുകയും എന്നിട്ടവൾ രാജ്ഞിയെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്നു. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആവരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കണം. ഒരു സ്ത്രീയുടെ വിധി എന്നത് അവളുടെ സൗന്ദര്യത്തെയോ വിദ്യാഭ്യാസത്തെയോ ആശ്രയിക്കുന്നില്ല, മറിച്ച് അവളുടെ ജീവിതത്തിലേക്ക് വന്ന പുരുഷനെ ആശ്രയിച്ചായിരിക്കും. എന്തിനോടെങ്കിലും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ദുഃഖം തന്നെയാണ് ഫലം. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല. പണം നോക്കി വരുന്ന സ്നേഹം പറന്നു പോകും, മുഖം നോക്കി വരുന്ന സ്നേഹം മുറിഞ്ഞു പോകും. പക്ഷേ മനസ്സ് നോക്കി വരുന്ന സ്നേഹം മരിച്ചാലും പോകില്ല.